ഹായ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇടിച്ചക്ക തോരൻ. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, ജീരകം, ചെറിയുള്ളി, ഉപ്പ്, മുളക് പൊടി, പച്ചമുളക്, ഒരു ചെറിയ ചക്ക. ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാൻ ഈ പരുവത്തിലുള്ള ഒരു ചെറിയ ചക്കയാണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. അതിനായി ചക്കയുടെ പുറത്തുള്ള മുള്ള് ഇതുപോലെ ചെത്തിക്കളയുക. കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഈ നടുക്കുള്ള ഭാഗവും ചെത്തിക്കളയുക. കുറച്ചുകൂടി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കുക. മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കയെല്ലാം ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിൽ എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊച്ചുള്ളി ഒരു 5-6 എണ്ണവും ചേർത്ത് അരച്ചെടുക്കുക. തോരനുള്ള അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം. കുക്കറിൽ 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൽ 1 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചക്ക വെന്തോന്നറിയാൻ കൈകൊണ്ട് ഇതുപോലെ ഞെക്കി നോക്കുക. ഇളകി വരുന്നുണ്ടെങ്കിൽ നന്നായി വെന്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. നന്നായി തണുത്ത ശേഷം മിക്സിയിലൊന്ന് ചെറുതായി കറക്കിയെടുക്കുക. മിക്സിയിൽ പെട്ടെന്നൊന്ന് കറക്കിയെടുക്കണം, ഒരുപാട് കുഴഞ്ഞു പോകരുത്. ഇനി നമുക്ക് തോരൻ കുക്ക് ചെയ്യാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക, തോരൻ്റെ അരപ്പ്, വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില. ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന കൊച്ചുള്ളി ചേർക്കുക. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റുക. 2-3 വറ്റൽമുളക് കീറിയത് കൂടി ചേർത്ത് വഴറ്റുക. ഉള്ളി മൂത്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടിച്ചക്ക തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.